ഏവർക്കും ചാവക്കാട് ഓൺലൈനിലേക്ക് സ്വാഗതം. ഇപ്പോൾ നമ്മൾ കൂടെ ഇവിടെ എത്തിയിട്ടുള്ളത് നമ്മുടെ സഹപ്രവർത്തകയായ മാധ്യമ പ്രവർത്തക പാർവതിയാണ്. പാർവതി പക്ഷേ നമ്മുടെ ഈ ഫ്ലോറിൽ ഇവിടെ വന്നിരിക്കാൻ ഒരു കാരണമുണ്ട്. ഒരുവിധം ആളുകൾക്കൊക്കെ അറിയാം, പാർവതി ഈ വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുകയാണ്. ഗുരുവായൂർ വാർഡ് 32 മമ്മിയൂരാണ് മത്സരിക്കുന്നത്. നമുക്ക് നമ്മളെ ഈ പ്രസ് ഫോറത്തിൽ നിന്ന് 2 പേര് ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയുണ്ട്. ഒന്ന് റാഫി വലിയത്താണ് ചന്ദ്രികയുടെ. റാഫി വലിയത്ത് UDF സ്ഥാനാർത്ഥിയാണ്. പാർവതി LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ്. പാർവതിയുടെ വിശേഷങ്ങൾ നമുക്കറിയാം ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള. പാർവതി, എന്താണ് വിശേഷങ്ങളൊക്കെ? ഞാനൊരു മീഡിയ പേഴ്സൺ ആണെന്ന് ഷെക്കിലിക്കൊക്കെ അറിയാം. പിന്നെ ഒരുവിധം ആളുകൾക്കൊക്കെ ഞാൻ ഈ മാധ്യമ മേഖലയിലാണ് പോകുന്നതെന്ന് എല്ലാവർക്കും അറിയാം. ഈ ഒരു മേഖലയിലുള്ളത് കൊണ്ട് തന്നെ പല ആളുകളെയും നമ്മൾ മിങ്കിൾ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഒരു പൊതുപ്രവർത്തന മേഖലയിലേക്ക് വരണം എന്നുള്ളൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പേഴ്സണലി. അങ്ങനെ ഞാനൊരു DYFI ഗുരുവായൂർ പടിഞ്ഞാറേനട യൂണിറ്റ് ട്രഷററാണ്. മാത്രമല്ല മറ്റുള്ള പ്രവർത്തികളിലൊക്കെ ഏർപ്പെട്ട് പൊതുപ്രവർത്തന മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒരു സമയത്താണ് LDF എന്നുള്ള നമ്മുടെ സംസ്ഥാനം ഭരിക്കുന്ന ആ ഒരു സർക്കാരിൻ്റെ ഒരു ഭാഗമായിട്ട് ഒരു പ്രതിനിധിയായി സ്ഥാനാർത്ഥിയായി നമ്മളോട് പാർട്ടി ആവശ്യപ്പെടുമ്പോൾ അത് വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് നമ്മൾ അത് കേരളം ഭരിക്കുന്ന പാർട്ടിയായ CPM-ന്റെ ഭാഗമാകും. അതെ. പാർട്ടി ചിഹ്നത്തിലല്ല മത്സരിക്കുന്നത്, സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടാണ് മമ്മിയൂര് 32-ാം വാർഡില്. അപ്പൊ എന്നെ സെലക്ട് ചെയ്ത് തന്നെ അതിൽ തന്നെ ഒരു വലിയൊരു പ്രത്യേകിച്ചും ഒരു മാധ്യമ മേഖല എന്നുള്ളൊരു പരിഗണനയും ആളുകളുടെ ഇടയിൽ ഇടപഴകുന്ന എല്ലാ സാഹചര്യങ്ങളും അവർ നമ്മളുടെ ഒരു ഇത് കണ്ടതുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് തന്നെയാണ് 100%. അത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് പറയാനുള്ളത്. ഏതായാലും എനിക്ക് തോന്നുന്നു അവിടെ സിറ്റിംഗ് നിലവിൽ LDF-നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൗൺസിലറാണ് കഴിഞ്ഞ 2 ടേമുകളിലായിട്ട് അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ ടീച്ചർ അവിടെ ഉണ്ടായിരുന്നത് മുന്നേ UDF-ന്റെ കാൻഡിഡേറ്റ് ആണ്. അപ്പോൾ ഏതായാലും നിലവിൽ വേണമെങ്കിൽ സിറ്റിംഗ് LDF-ന്റെ സീറ്റാണെന്ന് പറയാം. എന്നാൽ UDF വോട്ടേഴ്സ് അത്യാവശ്യമുള്ള ഒരു സീറ്റാണ്. മത്സരം വളരെ കടുത്തതായിരിക്കും അല്ലേ? എങ്ങനെയാണ് അനുഭവം? അത് ഒരു സിറ്റിംഗ് കോൺഗ്രസ് വാർഡാണ്. നമുക്കറിയാം ഗുരുവായൂർ നഗരസഭ മുൻ ചെയർപേഴ്സൺ ബഹുമാനപ്പെട്ട ശാന്തകുമാരി ടീച്ചർ അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് രംഗത്ത് വന്ന്, അതായത് ആ വാർഡ് മുഴുവൻ ഓരോ കാര്യങ്ങളും ഓരോ വാർഡിലെ ഓരോ ആളുകളും എത്രത്തോളം ഓരോരുത്തരുടെ പേരുകളും കാര്യങ്ങളും കൃത്യമായിട്ടും ആ വാർഡ് മുഴുവൻ പഠിച്ചെടുത്ത് അവിടുത്തെ ജനങ്ങളുടെ മനസ്സറിഞ്ഞ് അവിടുത്തെ എല്ലാമാണ് ടീച്ചർ എന്ന് പറയുന്നത്. അപ്പോ അവിടുത്തെ ജനങ്ങള് ടീച്ചറെ കൂടെ നിന്നു. അപ്പോ ഒരു നമുക്ക് ടീച്ചർക്കെതിരെയാണ് മത്സരിക്കുന്നതെങ്കിൽ ഈ പറഞ്ഞതൊക്കെ ഒരു ഘടകമാണ്. പക്ഷെ ഇപ്പൊ ടീച്ചർ മത്സരരംഗത്ത് നിന്ന് പിന്മാറിയിട്ടുണ്ട്. ആരാണ് അവിടെ മത്സരിക്കുന്നത്? അവിടെ UDF-ല് ബിന്ദു നാരായണ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ആണ്. പിന്നെ BJP-യിലെ നയന എന്ന് പറഞ്ഞ ഒരു കാൻഡിഡേറ്റ് ആണ്. ടീച്ചറുടെ ഈ പിന്മാറ്റം എങ്ങനെയാണ്? ടീച്ചർ, അതായത് ഒരു ഊഹാപോഹം അവിടെ നിലനിന്നിരുന്നത് ടീച്ചർ നിൽക്കുന്നു തന്നെയാണ് എല്ലാവരുടെയും വിശ്വാസം ഉണ്ടായിരുന്നത്. ടീച്ചർ തന്നെ മത്സരരംഗത്ത് ഉണ്ടാവുന്നതാണ്. അപ്പൊ ടീച്ചർ നിന്നാൽ ഒരു പക്ഷേ അവിടെ നല്ല മത്സരമാണ്. പക്ഷെ എന്നിരുന്നാലും അതൊരു മത്സരമായി, അതായത് ഇതൊരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾക്ക് പല അഭിപ്രായങ്ങളും, ജനങ്ങൾക്ക് ഓരോ ആശയവും, പുതിയ ആളുകൾ വന്നു കഴിഞ്ഞാൽ എത്രത്തോളം പുതിയ ആൾക്കാരെ ജനങ്ങൾ എടുക്കും. അപ്പോൾ ആ മത്സരം ഞാൻ നേരിടാനുള്ള അതിൽ തന്നെയായിരുന്നു. പലരും എന്നോട് ചോദിച്ചു, ടീച്ചർ ഇല്ലാത്തതുകൊണ്ട് രക്ഷപ്പെട്ടു. അങ്ങനെയൊന്നുമില്ല. ടീച്ചർ നിൽക്കുകയാണെങ്കിൽ അവർ നല്ലൊരു ശക്തമായ മത്സരമാണ്. അപ്പോൾ ഞാൻ അതും ഒരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ അല്ലെങ്കിൽ ഒരു മത്സരം എന്ന നിലയിൽ നേരിടാനുള്ള ഒരു ഇതിൽ തന്നെയായിരുന്നു. അങ്ങനെ തന്നെയാണ് ഈ ഒരു തീരുമാനം എടുത്തത്. ടീച്ചർ നിൽക്കുന്നില്ല. ഇപ്പോൾ 3 കാൻഡിഡേറ്റ്സ് ആണ് വാർഡിലുള്ളത്. നല്ല രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഇതിലേക്ക് ചോദ്യമാണ്, നമ്മൾ ഒരു ഭാഗത്തേക്കാണ് പോകുന്നത്. ഇപ്പോൾ വീട്ടിൽ അമ്മയാണുള്ളത് അല്ലേ? അപ്പം അനിയത്തി ഉണ്ടായിരുന്നു കല്യാണം കഴിഞ്ഞപ്പോൾ. അപ്പം അമ്മയുള്ളപ്പം കാര്യങ്ങളൊക്കെ നോക്കുന്നത് പാർവതി തന്നെയായിരുന്നു കുടുംബത്തിൻ്റെ. അമ്മയും പാർവതി ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര അടുപ്പമാണ്, ഭയങ്കര ബോണ്ടിങ് ആണ്. അമ്മ UDF-ന്റെ വളരെ കട്ട ഫാനാണ്. പക്ഷേ കാലങ്ങളായിട്ട് തന്നെ എനിക്ക് തോന്നുന്നു പാർവതി DYFI പ്രവർത്തനങ്ങളുമൊക്കെ ആയിട്ടും അല്ലേ, കോളേജിൽ SFI ഉണ്ടായിരുന്നു. SFI മേഖലകളിലൊക്കെ ഇടത് ചിന്താഗതിയിലാണ് പോയിട്ടുള്ളത്. എന്തായിരുന്നു അപ്പോൾ ആ ഒരു കുടുംബ പശ്ചാത്തലം UDF ആകുമ്പോൾ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരാനുള്ള ഒരു സ്വാധീനം എന്തായിരുന്നു LDF പ്രവർത്തനങ്ങളിലേക്ക്?
കുടുംബ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ ഞാൻ നിൽക്കുന്ന വാർഡ് അത് UDFന്റെ വാർഡാണ്. അവിടുത്തെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ UDF ആണ് ഭരിക്കുന്നത്. ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കി വെച്ചാൽ വ്യക്തികളെ നോക്കിയിട്ടാണ് ഓരോരുത്തരും വോട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അവിടുത്തെ UDFന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ 100% വളരെ എല്ലാവരോടും നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ പാർട്ടി അമ്മ അവരുടെ ആളാണ്, സത്യം പറഞ്ഞാൽ UDFന്റെ ആളാണ്. എൻ്റെ അമ്മ എല്ലാം അവർക്ക് വേണ്ടിയിട്ട്, അതായത് പാർട്ടിയുടെ കാര്യങ്ങൾക്ക് എല്ലാ പരിപാടികൾക്കൊക്കെ പോകും. അപ്പൊ പലരുടെ ധാരണ ഞാനും ഒരു UDF കാര്യമാണ് എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു രാഷ്ട്രീയം ഉണ്ട്, അവർ ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം അതൊക്കെ ഓരോരുത്തരും ഇഷ്ടമാണ്, ഏത് പാർട്ടി ഏത് അനുഭാവിയാവണം എന്നുള്ളതൊക്കെ അവരിഷ്ടമാണ്. അമ്മ ആദ്യം ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കുന്നു കേട്ടപ്പോൾ സ്വാഭാവികമായിട്ടും അമ്മയാണല്ലോ, അപ്പൊ അവർക്ക് ഒരു സന്തോഷം ഉണ്ടാവും, എന്നാലേ ഒരു പേടി ഉണ്ടാവും. കാരണം സാഹചര്യങ്ങള് അമ്മയ്ക്ക് അറിയാം. അമ്മ ഉള്ളില് ആഗ്രഹിക്കുന്നുണ്ടാവും എൻ്റെ മകള് ജയിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് എനിക്ക് പറയാനുള്ളത്. അമ്മയുടെ രാഷ്ട്രീയപരമായിട്ട് പോകുന്നു, ഓരോരുത്തർക്കും ഓരോ അഭിപ്രായങ്ങളും കാര്യങ്ങളും അങ്ങനെയാണ്. എന്താ പറയാ, ഞാനൊരു സാധാരണ കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. അതില് ആ വാർഡില് ഒരുപാട് സാധാരണക്കാരുണ്ട്. അപ്പോ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടെ ഒരു കൗൺസിലറായി വന്നു കഴിഞ്ഞാൽ ഞാൻ നിങ്ങളെ കൂടെ ഉണ്ടാകും. അത് ജയിച്ചാലും തോറ്റാലും എന്ത് കാര്യത്തിനും വിളിച്ചു കഴിഞ്ഞാലും ഞാൻ ആ വാർഡിലെ എല്ലാവരുടെയും എന്നാൽ കഴിയുന്ന രീതിയിൽ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ അവരുടെ അടുത്ത് പ്രവർത്തിക്കാൻ തയ്യാറാണ്. അത് ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. അവിടെ നമ്മുടെ ഇടപെടലിലൂടെ നല്ല മാറ്റങ്ങൾ കൊണ്ടുവരാൻ പ്രശ്നങ്ങളും പോരായ്മകളും പരിഹരിക്കും. അതിൽ 100% എന്നെ അതിലേക്ക് ഏൽപ്പിച്ച ഉത്തരവാദിത്വം പൂർണ്ണമായിട്ട് ഞാൻ ചെയ്യും. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ നാടിന്റെ മുഴുവൻ പ്രശ്നങ്ങളും പ്രതിസന്ധികളും പോരായ്മകളും ആളുകളുടെ വേദനകളും ബുദ്ധിമുട്ടുകളും ഒക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള കർമ്മം വർഷങ്ങളായിട്ട് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് പാർവതി. പാർവതി നിങ്ങളുടെ കൂടെ ഒരു താങ്ങും തണലുമായി, ഒരു കുടയായി നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകുമെന്ന് എനിക്ക് ഉറപ്പ് പറയാൻ കഴിയും. ഏതായാലും പാർവതിക്ക് എല്ലാവിധ വിജയ ആശംസകളും. താങ്ക് യു.